സർ, നമ്മുടെ രാജ്യത്ത് തന്നെ കേരളം ഒരു മാതൃകാ സംസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത് വികസന നേട്ടങ്ങൾ, ക്ഷേമ നടപടികൾ, സമൂഹോന്മുഖമായ നിയമനിർമ്മാണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പൊതുസ്ഥിതിയുടെ കാര്യത്തിലും മാതൃകാപരമാണ്. ഇപ്പോൾ ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ മുതൽ സാമുദായികമായ സാഹോദര്യത്തിൽ വരെ ഒരു മുൻകൈ സ്ഥാനം കേരളത്തിനുണ്ട്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് വർഗീയ സംഘർഷമൊന്നുമില്ലാത്തൊരു നാട് കേരളം എന്ന്. ജനപ്രതിഷേധങ്ങൾക്ക് നേർക്ക് ഒരു തരത്തിലുള്ള ഒരു വെടിവെപ്പ് പോലും ഉണ്ടാകാത്ത ഒരു നാട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ തലത്തിലും സമാധാനം പുലരുന്നൊരു നാടായിട്ടാണ് കേരളത്തെ പൊതുവെ കാണുന്നത്. സർ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയാവുന്നത്? ഇവിടെ നേരത്തെ ചിലർ ചൂണ്ടിക്കാണിച്ചതുപോലെ വർഗീയ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നവരും അതിനുവേണ്ടി ഉപജാപങ്ങൾ നടത്തുന്നവരും ഇവിടെ ഇല്ലേ? ക്രമസമാധാനം തകർത്ത് സ്വൈരജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ നമ്മുടെ നാട്ടിലില്ലേ? എന്നാൽ അതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അനുവദിക്കില്ല എന്ന ഉറപ്പുവരുത്തുന്ന ഛിദ്രശക്തികളെ തലപൊക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് സർ നമ്മുടെ നാടിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നിലനിർത്തുന്നത്. രാഷ്ട്രീയം മാറുമ്പോൾ സാമൂഹ്യ ജീവിതത്തിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും മാറിയ ഒരു കേരളത്തെയാണ് കഴിഞ്ഞ 9 വർഷമായി കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിവിധ വർഗീയ ശക്തികളുണ്ട്. ആ വർഗീയ ശക്തികൾക്ക് തരാതരം പോലെ വഴങ്ങിക്കൊടുക്കുന്നതും അവരുടെ ആനുകൂല്യത്തിൽ അധികാരം നിലനിർത്തുമായ ഭരണമല്ല കേരളത്തിലുള്ളത്. സർ, അതിന് കുറച്ചൊരു ആത്മധൈര്യം വേണം. കാരണം അവരുടേതായ എന്തെങ്കിലും മോശാരം പറ്റാതിരിക്കണം. വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾ ഏത് ശക്തിയുടെ ഭാഗത്തുനിന്നായാലും ഉരുക്കുമുഷ്ടിയോടെ അതിനെ നേരിടാൻ കേരളത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സഹായം കൊണ്ട്, ഞങ്ങളുടെ ശക്തി കൊണ്ട് അധികാരത്തിൽ വന്നവരല്ലേ, ഇനിയും നിങ്ങൾക്ക് അധികാരത്തിൽ വരേണ്ടതല്ലേ? അതുകൊണ്ട് ഞങ്ങളെയാളെ പിടിച്ചു വെച്ചത് വിട് എന്ന് പറയാൻ ഒരു വർഗീയ ശക്തിക്കും ഇന്ന് കേരളത്തിൽ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തോട് അങ്ങനെയൊരു കൽപ്പന നടത്താൻ കെൽപ്പുള്ള ഒരു ശക്തിയും, ഒരു വർഗീയ ശക്തിയും കേരളത്തിലില്ല. സർ, 9 കൊല്ലത്തിന് മുൻപുള്ള സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. അതാണ് വ്യത്യാസം. എന്തിനാണ് വ്യത്യാസം വന്നത്? പോലീസിന് ന്യായയുക്തമായി, നിയമപരമായി, ചട്ടങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാം. അതിനുള്ള അനുവാദം പൂർണ്ണമായി ലഭിച്ചു എന്നാണ് വന്ന വ്യത്യാസം. ജനങ്ങൾക്ക് പൊതുവേ ഇതറിയാം, രാജ്യത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ കേരളം പൊതുവിൽ ഇക്കാര്യത്തിൽ ഒരു മാതൃകാ സംസ്ഥാനമായി നിലനിൽക്കുകയാണ്.